നമസ്കാരം എല്ലാവർക്കും. എല്ലാവർക്കും ഷാ വിഷൻ്റെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസകളും. ബഹുമാന്യരെ, മുഖ്യമന്ത്രി മുസ്ലിം ആയിരിക്കണം, അത് ലീഗനായിരിക്കണം, അങ്ങനെ വന്നാൽ ഞങ്ങൾ തയ്യാറാണെന്ന് തങ്ങളുടെ ഒരു പ്രസ്താവനയെക്കുറിച്ച് സംസാരമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. അതിന് മുൻപായിട്ട് ലോകത്ത് ഏതൊരു സാമ്പത്തിക ശാസ്ത്രത്തെയും സാമ്പത്തിക വിദഗ്ധനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഈ ഒരൊറ്റ പോയിൻ്റെ പേരിൽ ഖുർആൻ മനുഷ്യനിർമ്മിതമല്ല എന്നുള്ളതിന് ഏറ്റവും വലിയ സാക്ഷിയാണ്, തെളിവാണ്. അതെന്താണെന്നറിയോ? മകൻ മരിച്ചാൽ മകൻ്റെ മകൻ ജീവിച്ചിരിക്കാതെ സ്വത്ത് മുഴുവനും മരിച്ച മകൻ്റെ അച്ഛനിലേക്ക് അല്ലെങ്കിൽ വാപ്പയിലേക്ക് മടങ്ങുന്ന ഒരു രീതി സാമ്പത്തിക ശാസ്ത്രമാണ് ഖുർആനിലുള്ളത്. നേരിട്ട് നോക്കുമ്പോൾ ഇത് അങ്ങേയറ്റം അനീതിയല്ലേ എന്ന് സാധാരണ മനുഷ്യർക്കും അസാധാരണ മനുഷ്യർക്കും തോന്നാം. ഏതൊരു മനുഷ്യരാണ് ഈ കൃതി രചിച്ചതെങ്കിൽ ഈ ഒരു ക്ലോസ് പറയില്ല. മകൻ മരിച്ചാൽ മകൻ്റെ മകന്, അച്ഛൻ മരിച്ചാൽ അച്ഛൻ്റെ മകൻ്റെ മകന്. അപ്പം എന്തുകൊണ്ട് ഖുർആനിൽ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ തെളിവ്, ഇപ്പോൾ എറണാകുളം പട്ടണത്ത് എൻ്റെ ഒരു സുഹൃത്ത് കോടീശ്വരൻ, അദ്ദേഹത്തിന് ആദ്യ ഭാര്യയിൽ കുട്ടികളൊന്നും ഉണ്ടായില്ല. രണ്ടാമതൊരു വിവാഹം കഴിച്ച് അതിലൊരു ആൺകുട്ടിയുണ്ട്. പക്ഷെ ആദ്യ ഭാര്യയിലുള്ള ഒരു മകനുണ്ട്. ആ മകന് ഇപ്പോൾ ഒരു 10-25 വയസ്സ് കാണും. ആ മകനാണ് ഇപ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്തത്. അപ്പോൾ ഒരു ക്രിസ്തീയ സഹോദരൻ ഈ കഴിഞ്ഞ ദിവസം സംഭാഷണ മധ്യേ സന്ദർഭവശാൽ എന്നോട് ചോദിച്ച്, ഷാ സാറേ, ഇങ്ങനൊരു വിഷയമുണ്ട്, ആ കുഞ്ഞിൻ്റെ ജീവൻ അപകടത്തിലാവുമോ? അതൊരു സാധാരണഗതിയിൽ ചോദിച്ചാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും ആവില്ല. അത് ഇസ്ലാമിക രീതിയിൽ വളർന്നു വരുന്ന നിയമം അനുസരിച്ച് പോകുന്ന കുട്ടിയായതുകൊണ്ട് മറ്റ് ഏതെങ്കിലും മതസ്ഥാണെങ്കിൽ ഉറപ്പ് പറയാൻ പറ്റില്ല. എന്താണ് ജീവൻ നഷ്ടപ്പെടാത്തത്? നഷ്ടപ്പെട്ടുകൊണ്ട് ആ സ്വത്തൊന്നും അവരുദ്ദേശിക്കുന്ന ആൾക്ക് കിട്ടില്ല. അപ്പം അതെന്താണെന്ന് പറയാൻ കാരണം, നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്ക്. ഞാൻ ചെമ്പിലൊരു കാര്യം പറയാം, ഒരുപക്ഷെ എല്ലാവരും അംഗീകരിക്കില്ലായിരിക്കാം. ഒരു 3-4 വയസ്സുള്ള കുട്ടി അച്ഛനും അമ്മയുടെ കയ്യിൽ പിടിച്ച് യാത്ര പോകുന്നു. ആ കുട്ടിയുടെ കൈ അച്ഛനും അമ്മയെ പിടിച്ച് യാത്ര പോകുന്നു, അല്ലെങ്കിൽ റോഡിൽ കൂടി നടന്നു പോകുന്നു, സൈഡിൽ കൂടി. അതിൽ ഏതാണ് സുരക്ഷിതമെന്ന് ചോദിച്ചാൽ ആധുനിക മനഃശാസ്ത്രം പറയുന്നത് കുഞ്ഞ് അച്ഛൻ്റെയോ അമ്മയുടെയോ കയ്യിൽ പിടിക്കുന്നതാണ്. കാരണം ആ പിടി വിടണമെങ്കിൽ ആ കുഞ്ഞിൻ്റെ ജീവൻ പോകണം. കുഞ്ഞിൻ്റെ ജീവൻ പോകുന്ന അത്രയും കാലം ആ അമ്മയുടെയോ അച്ഛൻ്റെയോ കയ്യിൽ പിടിക്കുന്നത് ആ കുഞ്ഞ് വിട്ടുപോകില്ല. അത്ര സേഫാണ് കുഞ്ഞിൻ്റെ പിടുത്തം. വല്ല സംശയമുണ്ടോ? ഇതൊരു മനഃശാസ്ത്ര കൂട്ടായ്മയാണ്, ഇതൊരു ശാസ്ത്രീയ കൂട്ടായ്മയാണ്, ഇതൊരു ഫിലോസഫിക്കൽ കൂട്ടായ്മയാണ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ? അല്ലെ നിങ്ങൾ ഏതെങ്കിലും മനഃശാസ്ത്ര വിദഗ്ധരോട് ചോദിക്കുക, എന്താണ് മൊയ്തീൻ ഷാ പറഞ്ഞത്? അതുപോലെ, കാരണം നമ്മൾക്ക് പ്രായമായി, നമുക്ക് പ്രായപൂർത്തിയായി, നമുക്ക് ചിലപ്പോൾ തെറ്റുപറ്റാം, മറിവുപറ്റാം, ചിലപ്പോൾ അത് സംഭാഷണമത്തി അല്ലെങ്കിൽ അത് വിട്ടുവഴിക്കാം. കുഞ്ഞിനെ സംബന്ധിച്ച് അവൻ്റെ ജീവൻ പോകാതെ അവനത് ആ കയ്യിൽ വിടില്ല. അതാണ് ഫിലോസഫി, സൈക്കോളജി. ഇതുപോലെയാണ് ഈ സ്വത്ത്, അച്ഛൻ്റെ സ്വത്ത് ജീവിച്ചിരിക്കുന്ന മകളിലേക്ക് മാറിയിരുന്നുവെങ്കിൽ. പക്ഷെ ഒരു കാര്യമുണ്ട്, പ്രായപൂർത്തിയാകുന്ന വരുള്ളൂട്ടെ ഇപ്പോൾ, അത് അല്ലാതെ എന്നുമല്ല. പ്രായപൂർത്തിയാകുന്ന മുമ്പായിട്ട് മരിച്ച ആൾ കാര്യമാണ് ഈ പറഞ്ഞത്. മകനിലേക്ക് മടങ്ങിയാൽ
അതൊരു പക്ഷേ സ്വത്തിന് വേണ്ടി എന്തെല്ലാം ഒരു സ്ത്രീക്ക് വേണ്ടി രാജ്യം നഷ്ടപ്പെടുത്തിയ രാജാക്കന്മാരുണ്ട്. സ്വത്തിന് വേണ്ടി സ്വന്തം അമ്മയും മകനെയും കൊന്ന ചരിത്രമുണ്ട്. അതുകൊണ്ട് സ്വത്തിന് വേണ്ടി ആരും കൊല്ലും. അപ്പം ഇത് സുരക്ഷിതം എന്ന് പറഞ്ഞാൽ ആ സ്വത്ത് അച്ഛൻ്റെയോ വല്യച്ഛൻ്റെ പേരിലേക്ക് മടങ്ങുന്നതാണ്. പക്ഷെ ഇപ്പോൾ ഈ വല്യച്ഛന് ഉത്തരവാദിത്തമുണ്ട്. പ്രായപൂർത്തിയാകുന്നവരെയും ഈ സ്വത്ത് കൈകാര്യം ചെയ്ത് നോക്കി നഷ്ടപ്പെടാതെ സംരക്ഷിച്ചുകൊള്ളണം. ഇനി വേറൊരു മനഃശാസ്ത്രം പറയാം. ഇപ്പം നമ്മൾ പറഞ്ഞത് തള്ളിയും കുഞ്ഞും തമ്മിലുള്ള ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത്, അത്രയും സ്നേഹം അച്ഛനും മകനും തമ്മിലില്ല, മകളും തമ്മില്ല എന്നാണ്. അതും ഒരു വരി ശരിയാണ്. പക്ഷേ നമുക്ക് മകനോട് അല്ലെങ്കിൽ മകളോട് നമുക്ക് വലിയ ബഹുമാനം സ്നേഹമുണ്ട്. പക്ഷെ ഒരു പക്ഷേയല്ല, അതേ സ്ഥാനത്ത് അതിനേക്കാൾ കൂടുതൽ സ്നേഹം മകൻ്റെ അല്ലെങ്കിൽ മകളുടെ കുട്ടികൾക്കുണ്ട്, പേരക്കിടാവിനോട്. അത് നിങ്ങൾ സ്വയം മനസ്സ് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ മനസ്സ് ചോദിച്ചു നോക്ക്. നിങ്ങളുടെ പ്രായപൂർത്തി നിങ്ങളുടെ മകനേക്കാൾ കൂടുതലുള്ളത് നിങ്ങളുടെ മകനെ അല്ലേ എന്ന് നിങ്ങൾ മനസ്സായിട്ട് ചോദിച്ചു നോക്കാം. അതുകൊണ്ട് ഇത് വലിയ വിഷയമാണ്, നീണ്ടുപോകാൻ പറ്റില്ല, സമയം വേറെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതാണ് അതിൻ്റെ ശാസ്ത്രീയ വശം. ഏത് ധനതത്വ ശാസ്ത്രജ്ഞൻ വന്നോട്ടെ, ഏത് സാമ്പത്തിക വിദഗ്ധം വന്നോട്ടെ, ഈ വിഷയം ആധികാരികമായിട്ട് പറയാനുള്ള കഴിവും അറിവും പരിചയവും ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അതാണ് ഒരു കാര്യം. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇതിപ്പോൾ ഷാബാൻ എന്ന് പറഞ്ഞാൽ മുസ്ലിം മതത്തെ സംബന്ധിച്ച് റമളാന് മുമ്പുള്ള മാസമാണ്. മിനിയാന്ന് നിലാവ് 1, ഇന്നലെ 2, ഇന്നിപ്പോൾ 3 ആയിരിക്കും. ആ നിലാവിനെ വെച്ച് നോക്കുവാണ്ട് ഒന്നിൽ കൂടുതൽ പ്രായം തോന്നുന്നുണ്ട്. എന്തുകൊട്ടെ, അത് വിഷയമല്ല. അപ്പോൾ ചോദിക്കട്ടെ, മുസ്ലിങ്ങളിൽ മാത്രം ഈ പല സമയത്തും നോമ്പ് വരുന്നു, മാറി മാറി വരുന്നു, ഒരു കൃത്യനിഷ്ഠയില്ല, നിലാവ് വേണ്ടി നോക്കണം. അത് ക്രിസ്ത്യാൻ സമുദായം നോക്കി 25 എന്നിട്ട് എന്നും 25-ന് ക്രിസ്തുമസാണ് ലോകത്തെ എല്ലാ സ്ഥലത്തും. ശരിയല്ലേ? എത്ര കൃത്യനിഷ്ഠയാണ്, ഒരു സംശയമില്ല. പക്ഷെ അവിടെ നിങ്ങൾ ചോദിക്കണം, ദൈവം എന്ന നീതിമാനാണ്, ജഡ്ജാണ്. ദൈവത്തിന് അവരുടെ പ്രജകളോട് നീതി കാണിക്കണം. എവിടെയാണ് നീതി കാണിക്കാൻ പറയുക? കാരണം ഈ ലോകത്ത് 24 മണിക്കൂർ സമയമുള്ളതിൽ 1.25 മണിക്കൂർ മാത്രം പകലുള്ള രാജ്യമുണ്ട്. അതിന് മറുവശം 1.25 മാത്രം രാത്രിയുള്ള രാജ്യമുണ്ട്. തണുപ്പുണ്ട്, ചൂടുണ്ട്, പല മേഖലയുണ്ട്. അപ്പോൾ ഇങ്ങനെയെല്ലാം വരുമ്പോഴേ നോമ്പ് കാലത്ത് ഈ അനുഷ്ഠിക്കുന്ന ആൾക്കാർക്ക് മാറി മാറി വന്നാലേ അവർക്ക് നീതി കിട്ടുള്ളൂ. ഇപ്പോൾ 1.25 മണിക്കൂർ പകലുള്ള ഒരു രാജ്യത്ത് സ്ഥിരം ആ സമയത്ത് തന്നെ വരികയാണെങ്കിൽ അവർക്ക് എന്ത് സുഖമാണ്. 1.25 മണിക്കൂർ കാര്യം കഴിയും, ബാക്കി മുഴുവൻ രാത്രിയാണ്, എന്ത് കഴിക്കാം. അത് നീതിയല്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്ത് 2 കലണ്ടറാണ് നമുക്കുള്ളത്. ഒന്ന് സോളാർ, ഒന്ന് ലൂണാർ. സോളാർ നിങ്ങൾക്ക് അറിയാം, സരിത കേസ് കൊണ്ട് സോളാർ എല്ലാവർക്കും കാണാപ്പാടറിയാം. ലൂണാർ അധികം പരിചയമില്ല. ലൂണാർ എന്ന് പറഞ്ഞത് ചന്ദ്രനെ അടിസ്ഥാനമാക്കിയുള്ള ചന്ദ്രപക്കം, മറ്റ് സൂര്യപക്കം. അപ്പോൾ സൂര്യനെ ആസ്പദമാക്കിയാണ് ക്രിസ്തുമസ് നിശ്ചയിച്ചിരിക്കുന്നത്. എല്ലാ വർഷവും ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ലോകവ്യാപകമായിട്ട്. പക്ഷെ അവിടെ ഒരു വിഷയത്തിൽ അത് 1-2 മണിക്കൂറിൽ ഒരു ദിവസം ആഘോഷമാണ്, ഒരു മാസമൊന്നുമില്ല. നോമ്പ് എന്ന് പറയുമ്പോൾ ഒരു മാസമാണ്. അവിടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇന്നത്തെ വാച്ചൊന്നും ഇല്ലാത്ത കാലത്ത്, കാലാവസ്ഥയെ മാത്രം ജീവിച്ച കാലത്ത്, പ്രകൃതിയെ മാത്രം ജീവിച്ച കാലത്ത് ദൈവത്തിന് ചന്ദ്രപക്കം, ഒരു ചന്ദ്രനെ കാണുന്ന ദിവസം മുതൽ അടുത്ത ചന്ദ്രനെ കാണുന്ന പോലില്ല. ആ ഒരു മാസമാണത്. അത് 29 30 അത് വിട്ടു പറഞ്ഞ് പോകാറില്ല. അപ്പോൾ അതിൽ ഒരു ന്യായീകരണമുണ്ട്. അപ്പോൾ ലൂണാർ കലണ്ടർ വെച്ച് എടുത്തുകൊണ്ടാണ് നമുക്ക് ഇതിങ്ങനെ മാറി മാറി വരുന്നത്. കാരണം നമ്മുടെ ഇംഗ്ലീഷ് വർഷം 365 മലയാളം 1236 360, മറ്റേ ഖുർആൻ ഒരൽപ്പൊടി വ്യത്യാസമുണ്ട്, ദിവസം വ്യത്യാസം, 5-6 ദിവസത്തെ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ മാറി മാറി വന്നാൽ 12 വർഷം കൊണ്ടും ഒരു 20 കൊല്ലം കൊണ്ടൊക്കെ ഇങ്ങനെ കൃത്യമായിട്ട് വ്യത്യാസം വരും. അവിടെയാണ് നീതിമാൻ ആണ് ദൈവം എന്ന് പറയാൻ കാരണം. ഈ 2 സംഭവങ്ങളും വളരെ ഏറ്റച്ചുരുക്കാണ്, നിങ്ങൾക്ക് മനസ്സിലായി കാണും വിചാരിക്കും. മറ്റൊന്ന്, ഇവിടെ ആൾ ദൈവങ്ങളുടെ കാലമാണ്. ഒരു വനിത ആൾ ദൈവം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ മരിക്കുന്ന 3 മിനിറ്റ് മുമ്പ് കല്ലായി തീരുന്നു. എൻ്റെ പൊന്ന് ആൾ ദൈവമേ, അങ്ങനെയൊക്കെ പറയല്ലേ. ഇത് മുമ്പ് ഒരു മഹാൻ പറഞ്ഞു സമാധിയാകുന്നു. ആ സമയത്ത് സമാധിയാകാതെ അവസാനം ശക്തിയുള്ള ശിഷ്യൻ ഒട്ടത്തേക്ക് തലക്കടിച്ചാണ് അവസാനം സമാധിയാക്കി ക്ലിയർ ആക്കിയത്.
അപ്പം അതൊന്നും അങ്ങനെ അന്ധമായിട്ടൊന്നും പറയല്ലേ പരസ്യമായിട്ട്. ഞാൻ പറഞ്ഞത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ആൾ ദൈവത്തിനും, അത് ഏത് ജാതിയിലാണ് സമുദായത്തിലും, ഇവിടെ ഞാൻ വഹിക്കുന്ന ഒരു രൂപ തൊട്ട് നാണയം അത് ഒന്ന് അനക്കാൻ പറ്റുമെങ്കിൽ പറയുന്ന സംഭവം ചെയ്യാം. ഒന്ന് അനക്കാൻ കഴിവുള്ള ഒരു ആൾ ദൈവം ഇന്ന് ലോകത്തില്ല, ഒരു ആൾ ദൈവം, ഒരു മതത്തില്ല. അപ്പം ഇതിന് ഇല്ലാത്ത കാര്യം പറഞ്ഞ് നിൽക്കരുത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാൽ എന്താണ് തങ്ങൾ പറഞ്ഞു, മുസ്ലിം ലീഗിന് മുഖ്യമന്ത്രി സ്ഥാനം കോൺഗ്രസ് തരാണെങ്കിൽ വഹിക്കാൻ തയ്യാറാണ്. എൻ്റെ തങ്ങളെ, അതൊക്കെ എന്തുമാത്രം അർത്ഥശൂന്യമായ വാചകമാണ് പ്രവർത്തിക്കാതെയോ. നിങ്ങൾ ഒരു കാര്യപ്പെട്ട് ആപ്പി മാറിയിട്ടില്ല. അത് ഹാദിയ സോഫിയയുടെ ലേഖനമുണ്ടല്ലോ ചന്ദ്രികല്, പണ്ടെവിടെയോ കാണുന്ന കാര്യമാണ്. നിങ്ങൾ പറഞ്ഞു ശരിയാണ്. ഹാദിയ സോഫിയ എന്നുള്ളത് സർക്കാർ പണം കൊടുത്ത് വാങ്ങിയതാണ് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന്. പണ്ട് അല്ല, വെറുതെ ബാബരി മസ്ജിദ് കയ്യേറിയൊന്നുമല്ല. എന്നിട്ട് പോലും ആ ലേഖനം വന്നിട്ട് ഇവിടെ അച്ഛന്മാർക്ക് സഭകൾക്കും ഇഷ്ടമായില്ല, പിണക്കായി. അങ്ങനെ ഇരിക്കെ അഞ്ചാമത്, അതായത് നിങ്ങൾ ലീഗുകാർ, കോൺഗ്രസ്, മറ്റ് ABC ചാനലും എല്ലാ ദുഷ്ടന്മാരും അല്ലെങ്കിൽ സംഘപരിവാർക്കും മനസ്സിലാക്കേണ്ട കാര്യം, കേരളത്തിൽ 21 MLA ഉള്ള ഒരു പാർട്ടിക്ക് 7 മന്ത്രിസ്ഥാനം വരെയും കിട്ടാം. അപ്പോൾ മുസ്ലിം ലീഗിന് 20 ഉണ്ടെങ്കിൽ ഏതാണ്ട് 7 കിട്ടാം. ഏതാണ്ട് 35ഓളം MLA അതിനൊരു 10 വരെ മന്ത്രിയാകാം. കേരളത്തിൽ ഏതാണ്ട് 35 MLA, 31 MLA. അപ്പം അത്ര ഉണ്ടെങ്കിൽ ഏതാണ്ട് 10ഓളം മന്ത്രിമാരുമാകാം ആ സമുദായത്തിൽ എടുക്കാം, ജനസംഖ്യാനുമായി നോക്കിയാൽ. എന്നിട്ട് പോലും 4 മന്ത്രിസ്ഥാനം കുഞ്ഞാക്ക 5ആമത് ചോദിച്ചു. കുഞ്ഞാക്കയുടെ കളി വേറെ ഞാൻ പറഞ്ഞില്ല, ചോദിച്ചു. നാണം കെടുത്തി ഈ സമുദായത്തെ. ആ പാവം കുടപ്പുരക്കുന്ന തങ്ങളെ, തങ്ങന്മാരുടെ വീട്ടിൽ വരാല് കരുണാകരൻ പോലും കരുണാകരൻ്റെ വീട്ടിലേക്ക് ഒരു തങ്ങളെ ക്ഷണിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി ക്ഷണിച്ചിട്ടില്ല, അല്ല ഇവരെ ക്ഷണിച്ചിട്ടില്ല, ആരും ക്ഷണിച്ചിട്ടില്ല. അതിനൊക്കെ അവിടെ പോയി കാണായിരുന്നു. പക്ഷേ 5ആം മന്ത്രി സ്ഥാനത്തിന് വേണ്ടി ഈ ലീഗുകാർ കുഞ്ഞാക്കെ കൂടി പാവം തങ്ങളന്ന് സുഖമില്ല, ക്യാൻസർ രോഗിയാണ്. രാത്രി മലപ്പുറത്ത് നിന്ന് ട്രിവാൻഡ്രം വരെ 10-13 മണിക്കൂർ ഓടണം, അല്ലെങ്കിൽ 4-8 മണിക്കൂർ വേണം. അവിടെ ഉമ്മൻചാണ്ടി ഇല്ല, ഉമ്മൻചാണ്ടി കോട്ടയത്താണ്, കോട്ടയത്ത് കൂടി അന്ന് നേരെ വെളുക്കാറായപ്പോഴും രാത്രി തന്നെ. എന്നിട്ടാണ് 5ആം മന്ത്രിക്കാർ സംസാരിച്ചത്. വാസ്തുവിൽ കുഞ്ഞാക്കക്ക് ആത്മാർത്ഥയും സത്യസന്ധയും ഉണ്ടായതെങ്കിൽ ആ മന്ത്രിസഭ പങ്കിട്ട സമയത്ത് തന്നെ 5 മന്ത്രിസ്ഥാനം ചോദിക്കാം. അത് കുഞ്ഞാക്ക ചോദിക്കാതെ കാരണം അറിയോ? അത് മനസ്സിലാക്കണം. അന്ന് മുനീർ സാഹിബിന് മന്ത്രിസ്ഥാനം കൊടുക്കാൻ കുഞ്ഞാക്കക്ക് പരിപാടിയില്ല. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ മഞ്ഞളാംകുഴി എഴുതിയെ കൊണ്ടുവന്നപ്പോൾ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ നോക്കിയപ്പോൾ മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം കഴിഞ്ഞാൽ അത്ര തന്നെ പ്രാധാന്യമുള്ള ജില്ലയാണ് കോഴിക്കോട്. കോഴിക്കോട് ജില്ലക്ക് മന്ത്രിയില്ല. അതിൽ ഈ മൊത്തം സമ്മതിക്കുമോ? എന്നാൽ ഇല്ലത്ത് ഇറങ്ങിയത് അമ്മാനത്ത് എത്തിയില്ല പോലെ മഞ്ഞളാംകുഴി കളിക്ക് മന്ത്രിസ്ഥാനം കൊടുക്കുകയും ചെയ്യണം. അങ്ങനെയാണ് കയ്യെ കാല് പിടിച്ച് 5ആം മന്ത്രിസ്ഥാനത്ത് നെറികെട്ട നേതാക്കൾ, ബുദ്ധിശൂര് ഈ സമുദായത്തെ നശിപ്പിക്കാൻ കയറി അവർ ചെന്ന്. അങ്ങനെയാണ് കുഞ്ഞാക്ക പറഞ്ഞു, പിന്നെ കുഞ്ഞുഞ്ഞു പറഞ്ഞതും ഇനി പന്നിയുടെ മക്കൾക്ക് മന്ത്രിസഭ ഉണ്ടാക്കാൻ സമ്മതിക്കില്ല എന്ന് മനസ്സിൽ വിചാരിച്ചു. അതുപോലെ കളഞ്ഞില്ലേ, 2 ടൈം കഴിഞ്ഞ് 3-ാം ടൈം വരാൻ പോകുന്നത് തന്നെയാണ്. കുഞ്ഞുഞ്ഞു മരിച്ചുപോയി എന്ന് ഇപ്പോൾ പറയാണ് മുസ്ലിം ലീഗ്. അത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ 6, 7, 8, 10 മന്ത്രിസ്ഥാനം വരെ ആകാം. അതിനാകെ കിട്ടിയത് 5+1 ആര്യയുടെ ഉൾപ്പെടെ 6 പേര്. അപ്പോഴും 60% കിട്ടിയുള്ളൂ. എന്നിട്ട് ഇവിടുത്തെ ഈഴ വിഭാഗവും നായർ വിഭാഗവും മറ്റ് കൊങ്കിയൊക്കെ ഉള്ള എന്തൊരു ബഹളുണ്ടാക്കി. ഇതിപ്പോൾ 10% നായർ വിഭാഗത്തിൽ 12 മന്ത്രിമാരുണ്ട്. ആർക്കൊരു വിഷയമല്ലല്ലോ. ഒരു മുസ്ലിങ്ങളും ഒരു കാക്കന്മാരും വിഷയം ഉണ്ടാക്കിയില്ല. പക്ഷെ കാക്കന്മാരിൽ മുസ്ലിങ്ങളിൽ 4-5 ആയിപ്പോയി. എന്താണ് രാധാകൃഷ്ണൻ ഞങ്ങൾ പോയി, NS എടുത്ത് പോയി, നായരല്ലേ. പിന്നെ കൃഷ്ണൻകുട്ടിയല്ലാത്ത മുരളീധരൻ നേരെ വെള്ളാപ്പുഴ എടുത്തു പോയി. ചേട്ടോ അപകടത്തിൽ നമ്മൾ ഒരു മന്ത്രിസ്ഥാനം കിട്ടിയപ്പോഴേക്കും എന്തെങ്കിലും കോലാണ്ട്. അതാണ് ഇവിടുത്തെ അടിയൊഴുക്ക്. ഇതുപോലെ വേറൊരു കാര്യം പറഞ്ഞു കേട്ടോ, കേരളത്തിൽ ആരും വിട്ടുകളഞ്ഞ കാര്യമാണ്. അത് വലിയ പ്രാധാന്യം കൊടുത്തില്ല. അയാളുടെ 300 കോടി രൂപയുടെ ഒരു അഴിമതി, വാഹനങ്ങൾ പകുതി വില കൊടുക്കാമെന്ന് പാവപ്പെട്ട സ്ത്രീകളിൽ നിന്ന് വാങ്ങി കൊടുത്തത് 300 കോടിയുടെ അഴിമതി തന്നെ. ഈ 300 കോടി അഴിമതിക്ക് വേണ്ടി അവർ ചെയ്തത്
10 ലക്ഷം 100 കോടി രൂപ, 300 കോടിയിൽ നിന്ന് 100 കോടി 100 കോടിയാണ്. അതിൽ 100 കോടി രൂപ മുടക്കിയത് പരസ്യത്തിനാണ്, ഫ്ലെക്സ് വയ്ക്കാൻ വേണ്ടിയാണ്. ഒരു 8 കാർ ഫ്ലെക്സ് വയ്ക്കണമെങ്കിൽ ഏതാണ്ട് 2000 രൂപ വരും. കേരളത്തിൽ 5 ലക്ഷം ചെറിയ ചെറിയ ജംഗ്ഷനുകളുണ്ട്. ഒരു ജംഗ്ഷനിൽ 2 വയ്ക്കുകയാണെങ്കിൽ 5 ലക്ഷം, 10 ലക്ഷം ഈ ഫ്ലെക്സ് വച്ചതിന് ഏതാണ്ട് 100 കോടി രൂപ ചിലവായിട്ടുണ്ട്. അത് യാതൊരു ഉപയോഗമില്ലാതെ പോയി. ചില വ്യക്തികളും പബ്ലിസിറ്റി കിട്ടിയതുള്ളൂ. എന്നിട്ട് ജനങ്ങൾ പറ്റുകയും ചെയ്ത്. ആ വശം എന്നൊക്കെ ഞാൻ സൂചിപ്പിച്ചോളൂ, പറയുന്നില്ല. അപ്പോൾ അങ്ങനെ പോയി. അപ്പോൾ അതാണ് അവസ്ഥയെങ്കിൽ ഈ തങ്ങൾ വെറുതെ വഴിമരുന്നിട്ട് കൊടുക്കണം. ആദ്യമായിട്ട് തങ്ങളെ കുഞ്ഞാക്ക ലീഗരെ നിങ്ങൾ കായലിൽ കടലിൽ പുഴയിൽ കണ്ട മീനിനെ പങ്കിടാൻ ഊഹിച്ച് പങ്കിടില്ലേ, കയ്യിൽ വരട്ടെ. നിങ്ങൾ 71-75 സീറ്റ് സംഘടിപ്പിക്കുക. ഇപ്പോഴത്തെ കണ്ടീഷനിൽ UDF കേരളത്തിൽ 75 സീറ്റ് ഉറപ്പായിട്ടില്ല. മനസ്സിലാകുന്നുണ്ടോ? ഉറപ്പായിട്ടില്ല. എന്നിട്ട് നിങ്ങളിപ്പോൾ കുഞ്ഞാക്കൊക്കെ ഇനി അത് മതി ഇവിടെ BJP സംഘപരിവാരം പറഞ്ഞ് നടത്തി വോട്ട് വീഴൻ. അതിൽ കുഞ്ഞാക്കാൽ തങ്ങൾ കാണാൻ ഒരു ബുദ്ധിയുണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു തന്ത്രമുണ്ട്. മണ്ടത്തിലാന്ന് മാത്രമേ ഉള്ളൂ. ആ തന്ത്രം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ അറിയുമോ? ഇവിടെ 25% വരുന്ന ഈ വിഭാഗത്തിൽ പിണറായി സഖാവ് മുഖ്യമന്ത്രി ആകുന്നുണ്ടപ്പോൾ 80% പേരും വോട്ട് ചെയ്ത് LDF. അപ്പോൾ ഏതാണ്ട് ഇവിടെ 40% മുസ്ലിങ്ങളുണ്ടെങ്കിൽ അതിൽ 90% വോട്ടും ഈ മുഖ്യമന്ത്രി കാക്കയാവുന്ന പറഞ്ഞ പേരിൽ ലീഗർക്ക് അല്ലെങ്കിൽ UDF ചെയ്യാൻ സാധ്യതയുണ്ട് എന്നൊരു ദുഷ്ടലാക്ക് UDF ചില നേതാക്കൾക്കും ലീഗിൽ ചില നേതാക്കൾക്കുണ്ട്. പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് പിന്നെ അറബിക് സർവകലാശാല എന്തുകൊണ്ട് തുടങ്ങിയില്ല എന്ന് നിങ്ങൾ വ്യക്തമായിട്ട് സമാധാനം പറയാത്തൊരു കാലം UDF ഭരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. 40% മുസ്ലിങ്ങൾ ഇവിടെ ഉണ്ട്. അത് നിങ്ങളുടെ കയ്യിലുള്ളതൊന്നും അത്രയൊന്നും ഇല്ല. നിങ്ങൾക്ക് കണക്ക് നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. അത് ഞാൻ പുറത്ത് പറയുന്നില്ല. അപ്പോൾ ഈ മണ്ടത്തിനും പറയേണ്ട കാര്യമുണ്ടോ? ഇപ്പം അതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? ഞങ്ങൾ വേണ്ടി മുഖ്യമന്ത്രി ആയിക്കൊള്ളാം, ഇത് ഔദാര്യം പോലെ. ഇനി ഭൂരിപക്ഷം കോൺഗ്രസ് കിട്ടിയാൽ പോലും മുഖ്യമന്ത്രി ആവാൻ പറ്റില്ല, ലീഗ് ആവില്ല, മുസ്ലിമേ ആവില്ല, പിന്നെ ലീഗാവുന്നത്. ഇതിൻ്റെ ഒരു വശം മറുവശമുണ്ട് സഖാക്കളെ, അല്ലെങ്കിൽ യോദ്ധാക്കളെ. കുഞ്ഞാക്ക് പാർലമെന്റിലേക്ക് പോയിട്ട് അവിടെ തിരിച്ചു വന്നത് ഉപമുഖ്യമന്ത്രി ആകാൻ വേണ്ടിയാണ്. കുഞ്ഞാക്ക് ഉപമുഖ്യമന്ത്രി ആകുമെന്ന് കണ്ടതിൻ്റെ പേരിലാണ് ഭരണം തന്നെ പോയത് കഴിഞ്ഞല്ലോ UDF രണ്ടാമത്തെ പ്രാവശ്യമെങ്കിലും. അത് പല കാരണമുണ്ടെങ്കിൽ ഒരു കാരണം. അങ്ങനെ ഇരിക്കെ മുഖ്യമന്ത്രിയായിട്ട് കുഞ്ഞാക്ക് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് പോരെ UDF പോകാൻ. സംശയമുണ്ടോ? വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എന്താണ് കേരളത്തിൽ നടക്കുന്നത്, എന്താണ് ഇന്ത്യയിൽ നടക്കുന്നത്? അതിൽ മനസ്സിലാകുന്നുണ്ടോ? UDF ഇപ്പോഴും ഭാവന ഒരു എന്താണ് സ്വപ്നജീവികളാണ് നടക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ സ്വപ്നജീവികൾ. ഇപ്പം പിന്നെ ഡൽഹിയിലെ ഇലക്ഷൻ ഇപ്പോൾ 5-ാം തീയതി വോട്ടെടുപ്പാണ്. ഇന്ന് 3 2 ദിവസമേ ഉള്ളൂ. ഇലക്ഷൻ പ്രചരണം കഴിഞ്ഞു. 8-ാം തീയതി റിസൾട്ട് അറിയാം. പ്രതിപക്ഷമെങ്കിലും കോൺഗ്രസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അന്ന് പറഞ്ഞറിയോ, ഈ സോണിയ കോൺഗ്രസ് വഴി മാറി തരണമെന്ന് പറഞ്ഞത്. പക്ഷേ കോൺഗ്രസ് ഭരിക്കുമെന്ന് പറയുന്നില്ല. സന്തോഷം, നമുക്ക് നമ്മൾ പൂവിട്ട് പൂജിക്കാം. കോൺഗ്രസ്സിന് ഡൽഹി ഇലക്ഷനിൽ ഭരണം കിട്ടാണ് ഞങ്ങൾ പൂവിട്ട് പൂജിക്കാം. പറഞ്ഞ വാക്ക് എല്ലാം പിൻവലിക്കുകയും ചെയ്യാം. 100 ക്ഷമയും പറയാം. അത് 8-ാം തീയതി ആട്ടെ. അപ്പോൾ കുഞ്ഞാക്കായും ലീഗും ഈ UDF നേതാക്കളും കരിക്കാട്ടി കളയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ കരിക്കാട്ടി കളയല്ലേ. കരിക്കാട്ടി എണ്ണ കിട്ടുമോ? ഇപ്പോൾ നല്ല മൂത്ത നാളികേരാട്ടിയാലേ എണ്ണ കിട്ടുള്ളൂ. ഇതൊന്നും ഇത്രയും കാലമായിട്ട് ഈ തങ്ങന്മാർക്കും ലീഗുകാർക്കും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞാൽ അതല്ലേ പറഞ്ഞ് നിങ്ങളെ പേര് മാറ്റ്, നിങ്ങളെ മുസ്ലിമിൻ്റെ പേര് മാറ്റി ദേശീയ ധാരയിൽ വന്ന് ഒരു പേരെടുത്ത് തൊപ്പിയൊക്കെ വെച്ച് നടന്നു ആടിയൊക്കെ വെച്ചത് കുഴപ്പമില്ലെന്നേ. അത് ചെയ്യും നിങ്ങൾ. എങ്ങനെയെങ്കിലും ഇത്ര ഭരണം പിടിക്കാൻ നോക്ക്. അതിങ്ങനെയല്ല, ഭരണം പിടിക്കുമ്പോൾ കളി ഇങ്ങനെയല്ല. ആ കളിയിൽ ഞങ്ങൾ 1-2 ഉപദേശങ്ങൾ പറയാം. ഉപദേശം വരാൻ വലിപ്പമൊന്നുമില്ല ഞങ്ങൾക്കറിയാം. എങ്കിലും പറയുകയാണ് ഈ മണ്ടന്മാരുടെ അടുത്ത്. അതിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? ഏക മനസ്സോടെ BJPയും CPM ഒഴിച്ചുള്ള ബാക്കി ഏതെല്ലാം പാർട്ടി വന്നോ അവരെല്ലാം കൂടെ ചേർക്കണം. എല്ലാവർക്കും മാന്യമായ രീതിയിൽ അംഗീകാരം കൊടുക്കും. എല്ലാവർക്കും അവനനുസരിച്ച് കപ്പാസിറ്റി MLA സ്ഥാനം കൊടുക്കണം. എല്ലാവർക്കും ജയിച്ച് മന്ത്രി സ്ഥാനം കൊടുക്കണം. എല്ലാവർക്കും കപ്പാസിറ്റി അനുസരിച്ച്. അങ്ങനെ ഏകോദര സൗഹൃദം പോലെ ഒറ്റ മയ്യായിട്ട് കർണാടകയിൽ എങ്ങനെയാണോ കഴിഞ്ഞ വർഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നത് അതുപോലെ വേണം. അവിടെ ലോൺ ഗവൺമെൻറ് ഓഫീസ് ഏജൻസി ഉണ്ട്, NGO ഓർഗനൈസേഷൻ.
ആ എൻ ജി ഒക്കാരുടെ പണി അവിടെ ഉരുപ്പിടി നടത്തി. ഒരു പ്രതിഫലിക്കാതെ, ഒരു MLA സ്ഥാനം മത്സരിക്കാൻ പോലും ചെയ്യാതെ അവിടുത്തെ പതിനായിരക്കണ NGO ഉദ്യോഗസ്ഥർ, NGO പ്രവർത്തകർ വീട് വീരാന്ന് കയറി വോട്ട് ലിസ്റ്റിൽ പേര് ചേർത്ത് വോട്ട് ചെയ്യിച്ചു. വോട്ട് എണ്ണുന്നവർ കാത്തിരുന്നു. അതിൻ്റെ ഫലം കൂടിയാണ് കർണാടകത്തിൽ കിട്ടിയത്. അല്ലാതെ രാഹുൽ ഗാന്ധി പദയാത്ര എടുത്തു മാത്രമല്ല, അതുണ്ടാവില്ലേ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല, ചെയ്യേണ്ടത് ഇതാണ്. പരമാവധി നിങ്ങൾ വോട്ട് ലിസ്റ്റിൽ പേര് ചേർക്കണം. പരമാവധി 1 വർഷം 1.5 വർഷം പെട്ടെന്ന് പോകും. വോട്ടേജ് ലിസ്റ്റിൽ പരമാവധി പേര് ചേർക്കുക. ലിസ്റ്റിൽ നിന്ന് ആരും പുറത്തു പോയിട്ടുണ്ടോ ചെക്ക് ചെയ്യുക. അവർ വോട്ട് ചെയ്യിക്കുക. അസാധുവാക്കാത്തതിൽ വോട്ട് ചെയ്യിക്കുക. വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ പുറകിൽ നിന്ന് മാറാതിരിക്കുക. അങ്ങനെ ഇരുന്ന് ഒരു 75 സീറ്റെങ്കിൽ നിങ്ങൾ നേടും സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ. 75 സീറ്റ് കിട്ടാതെ നിങ്ങൾ എന്താണ് ഈ തർക്കം ഉണ്ടാക്കുന്നത്? അതാ ഞാൻ പറഞ്ഞത്. ഈ ലീഗുകാരും ഈ കോൺഗ്രസ് ചില മണ്ടന്മാരും കരിക്കാട്ടിക്കളയും. 10% ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ വോട്ടിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ ലീഗ് ഉൾപ്പെടെ 10% ക്രിസ്ത്യൻ സമുദായത്തിന്റെ വോട്ടിന് വേണ്ടി ലീഗ് ഉൾപ്പെടെ സഭ കയറി കയ്യകാലം പിടിച്ച് കിടക്കുന്നത്. ഇവിടെ 40% വോട്ടിൽ വിഭാഗമുണ്ട്. ഇവിടെ അവർക്ക് വേണ്ടി അവരുടെ കാര്യത്തിൽ ഒന്നും ഈ ലീഗുകാർ ഉൾപ്പെടെ പറയുന്നില്ല. അത് ഞങ്ങൾക്ക് കിട്ടുന്നതല്ലേ? അതൊരു ഉറപ്പാണല്ലോ, സുരക്ഷിതമല്ലേ? ഉറപ്പായിരുന്നു. പക്ഷെ ഇപ്പോൾ ഉറപ്പാകണ പ്രയാസമുണ്ട്. ഈ കോൺഗ്രസ് നടക്കാണ് ഇപ്പോൾ വനയോരങ്ങളിലേക്ക് വനസംരക്ഷണത്തിന് വേണ്ടിയൊക്കെ നടക്കാണ്. പാലക്കാടെങ്ങാണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടായതിന് പകരം അത് എറണാകുളത്ത് ആ ജാഥ വന്ന് അങ്കമാലി എറണാകുളം വരെയും വന്നു. ആയിക്കോട്ടെ, അതിനൊരു കുഴപ്പമില്ല. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്താലും വേണ്ടില്ല. നിങ്ങൾ ചെയ്യേണ്ട ഇതാണ്. ഞാൻ ഒന്നുകൂടി അക്കമിട്ട് പറയാം. ഒന്ന്, BJPയും CPM ഒഴിച്ചുള്ള CPI പോലും നിങ്ങൾ ക്ഷണിക്കണം. പെട്ട് വരാതിരിക്കട്ടെ. ആ 2 പാർട്ടി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ പാർട്ടിയും പരമാവധി UDF കൂടെ നിർത്താൻ സാധിക്കണം. 1 പോയിന്റ്. നമ്പർ 2, വോട്ടേഴ്സ് ലിസ്റ്റ് പേര് വെക്കണം. പരീക്ഷ എഴുതിയാൽ മാത്രമേ കൂട്ടി ജയിക്കുമോ തോൽക്ക് അറിയാൻ പറ്റുള്ളൂ. പരീക്ഷ എഴുതാൻ കൂട്ടി ജയിക്കുമെങ്ങനെ? അത് പരീക്ഷ എഴുതാൻ തുല്യമാണ് ഇവിടെ വോട്ടേഴ്സ് ലിസ്റ്റ് പേര് ചേർക്കുക. എന്നിട്ട് അത് വോട്ട് ചെയ്യിച്ചതിന് ശേഷം വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കുന്നവരെ അതിൻ്റെ പുറകിൽ നിന്ന് മാറാതെ ബൂത്ത് ഏജന്റുമാരും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കളും ഇരിക്കണം. അതിന് 75 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും മുഖ്യമന്ത്രിയാകുമോ? ഞാൻ പറയാം, നിങ്ങൾ ഈ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്ന 4-5 കള്ളന്മാരുണ്ടെന്ന് പറഞ്ഞാൽ ആ കള്ളന്മാർ പരസ്പരം ധാരണയത്ത്. ഞാൻ പറയാം, ഈ കള്ളന്മാർക്കൊരു സംഘടനയുണ്ട്. ഒരു സ്ഥലത്ത് പോകുന്ന കള്ളൻ വേറെ സ്ഥലത്ത് പോവില്ല. അവർക്ക് എന്നിട്ട് നിങ്ങൾക്ക് 4-5 പേർക്ക് അതുപോലെ നിങ്ങൾ 4-5 പേര് ഇരുന്ന് സംസാരിക്കുക. ഏത് കള്ളനാണ് ആകേണ്ടതെന്ന് ആ കള്ളനാക്. എന്നാലും ഭരിക്കാൻ പറ്റുമല്ലോ. സോളമൻ കുട്ടി പങ്കിട്ടുപോലെയാണ്. ജീവയുടെ കുട്ടി കാണാമല്ലോ, ജീവയുടെ UDF ഒന്ന് ഭരണത്തിൽ കയറി കാണാമല്ലോ. ഇല്ലെങ്കിൽ വരുന്നതിൻ്റെ ആപത്ത് നിങ്ങൾക്കൊന്നുമില്ല. നിങ്ങൾക്ക് ഊരയിൽ പൊടി തട്ടി നേരെ BJPയിൽ പോവാം. ഇവിടുത്തെ ഒരു 88% പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളുണ്ട്. അവർക്ക് നില പരങ്ങല്ല. അതിന് ഉദാഹരണം കണ്ടില്ലേ? ഒരു BJP മന്ത്രി പറഞ്ഞതാണ്, പിന്നോക്ക സംസ്ഥാനം പ്രഖ്യാപിക്കൂ, അപ്പോൾ ആനുകൂല്യങ്ങൾ ഒഴുകും. മറ്റൊരു മഹാൻ പറഞ്ഞു, മുന്നോക്ക ജാതിക്കാരായിരിക്കണം ഇത്. എൻ്റെ പൊന്ന് സുരേഷ് ഗോപി, അതിന് ഉറപ്പ് പറഞ്ഞൊരു പണിക്കർ, ശ്രീജിത്ത് പണിക്കർ, അത് വെള്ള പൂശായിട്ട് പുള്ളി അത് എന്തെല്ലാം ഉരുണ്ട് കളിക്കുന്നത്. എടോ, ഇവിടെ 17,000 കോടി 38,000 കോടി രൂപ കുറേ നാളായിട്ട് ഹരിജനോദ്ധാരണം അല്ലെങ്കിൽ പിന്നീട് പട്ടികജാതി പട്ടിക വികസന കോർപ്പറേഷന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. ഒന്നും ആയില്ല. എനിക്ക് കണക്ക് കാണുന്നതാണ് സുരേഷ് ഗോപി പറഞ്ഞത്. ഈ 38,000 കോടി രൂപ അഴിമതി ചെയ്യണമെങ്കിൽ അതിൽ ഒരു മുന്നോക്കക്കാരൻ്റെ കൈയില്ലാതെ എടുക്കാൻ പറ്റുമോ? പറ്റൂടോ സുരേഷ് ഗോപി? പറ്റുമോ നമ്മുടെ ശ്രീജിത്ത് പറഞ്ഞ സുരേഷ് അങ്ങനെ പറഞ്ഞല്ല, അതിങ്ങനെ പറഞ്ഞു. എൻ്റെ സുഹൃത്ത്, നിങ്ങൾ ഈ വെള്ള പൂശിൽ തെറ്റ് തരിക. ഞാൻ ഇവിടെ ഹജ്ജ് കമ്മിറ്റി ഉണ്ടല്ലോ. ഇവിടെ ഹജ്ജ് കമ്മിറ്റി അതാരം മുസ്ലിങ്ങളാണോ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ? കളക്ടർ മുസ്ലിമായിക്കൊന്നും നിർബന്ധമില്ല. അതുപോലെ ഏത് ഉദ്യോഗസ്ഥ ആർക്കും ആകാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് മുന്നോക്കിൽ വന്നാലേ ശരിയാകുന്നുണ്ടെന്നല്ലേ ഈ മുന്നോക്കം ശ്രദ്ധിക്കാൻ പാടില്ലത്. മുന്നോക്കിൽ മറ്റു ഡിപ്പാർട്ട്മെൻറ്റുണ്ടല്ലോ ജോലിക്കാർ, അവർക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ പാടില്ലേ? മൊത്തത്തിൽ ഗവൺമെൻറ് ഒരൊറ്റ ആളിൽ നിൽക്കല്ലേ? ഇത് കൂട്ടുത്തരവാദിത്തമല്ലേ? അപ്പോൾ ഒരു മുന്നോക്കൻ വന്നെങ്കിൽ മാത്രമേ
ഇവിടെ പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾ നന്നാക്കാൻ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആ ചിന്തയിലൂടെ അപകടം, ആ ചിന്തയിലൂടെ ആപത്ത്. അതിന് വെള്ള പൂശാൻ ഒരു ശ്രീജിത്ത് പണിക്കർ. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ BJP ആണെന്നുള്ള ആരോടും വന്നപ്പോൾ പുള്ളി ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് ഒന്നും പുറത്ത് കാണിച്ചു, ഒടുക്കി. ഞാൻ അയാൾക്കെതിരാണെന്ന്. അപ്പോൾ അപ്പോൾ ഇയാൾ BJP അല്ല. നിങ്ങൾ കാള വാല് വയ്ക്കുക എന്താണെന്നറിയാൻ പറ്റും, പക്ഷെ പശു വാല് വയ്ക്കാൻ നമുക്ക് അറിയാൻ പറ്റില്ല. അതുപോലെ നിങ്ങൾക്ക് വാല് വെറുക്കിയാൽ, വായി തുറന്നാൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പം എന്താണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവുള്ളൊരു ഒന്നിലധികം ആളുകളും കേരളത്തിലുണ്ട് വിചാരിക്കും. ഒക്കെ മനസ്സിലാക്കുന്ന ജനങ്ങളുണ്ടോ. പഴയ പോലെ മണ്ടന്മാരൊന്നുമില്ല. അതുകൊണ്ട് ആരെയും പറ്റിക്കാതെ വഞ്ചിക്കാതെ തങ്ങൾ കുഞ്ഞാക്കായി നിങ്ങൾ മണ്ടത്തരം കാണിക്കില്ലേ, നിങ്ങൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇപ്പോൾ പോയി ശ്രമിക്കില്ലേ. ആ സംസാരം വന്നതിന് തെറ്റായിപ്പോയി. അതിപ്പോൾ എന്താണ് നമ്മുടെ ആ ഉണക്ക് ഒരാളുണ്ട്, പേര് വിട്ടു, ഏതൊക്കെ പറഞ്ഞത്, എന്തുകൊണ്ട് ലീഗിനായിക്കൂടാ? എന്താ അറിയോ, മൂത്ത മോള് ചോദിക്കുകയാണ്, ഒരു വീട്ടിൽ 2 പെണ്ണുങ്ങൾ കല്യാണ പ്രായമായിരിക്കുക. അപ്പോൾ മൂത്തോൾ ഉമ്മയോട് ചോദിക്കണേ, എന്താ ഉമ്മ അനിയത്തി കല്യാണം കഴിക്കാത്തതെന്ന്. അപ്പോൾ ആദ്യം ചാൻസ് കിട്ടുക ആർക്കാണ്? ഈ ആർക്കാണ്? മൂത്ത പെണ്ണിലെ കിട്ടിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെ പുള്ളി പറഞ്ഞല്ലോ മുസ്ലിം ലീഗ് മുഖ്യമന്ത്രി എന്തോ കുഴപ്പമൊന്നും. അതിനർത്ഥം എന്നറിയോ, ഇവിടെ BJPക്ക് മുഖ്യമന്ത്രി ആക്കാന്ന, അല്ലാതെ മുസ്ലിം നന്നാക്കാനല്ല. അവരൊക്കെ ബുദ്ധിയുണ്ടല്ലോ, എത്ര വക്ര ബുദ്ധിയാന്ന് നോക്കി. പറയുമ്പോൾ എന്ത് സോപ്പിട്ടാണ്, സ്മൂത്താണ്. ലീഗുകാർ മുഖ്യമന്ത്രി ആട്ടെ, എന്താ കുഴപ്പം? ലീഗുകാരാവില്ല, മുസ്ലിം ആവില്ല തുറപ്പാണ്, പിന്നെ ലീഗുകാരാകുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ആ പേര് പറയുന്നത് ലീഗിന് ലീഗ് മുഖ്യമന്ത്രിയാകാം, പിന്നെന്താ BJPക്ക് ആയിക്കൂടാ. ആ പോയിന്റ് മറുവശം നിന്നൊക്കെ. ഇതൊന്നും കാണാനും കേൾക്കാനും കഴിവില്ലാത്ത ഈ മണ്ട ശിരോമണികളെ കൊണ്ട് കേരള സംസ്ഥാനം തന്നെ ആപത്തിലേക്ക് പോവുകയാണ്. UDFിൻ്റെ കാര്യം പറഞ്ഞത്, UDFിൽ ഒരു യുക്തിയും തന്ത്രവും ഇല്ലാത്ത ആൾക്കാരാണ്, ഒരു യുക്തി തന്ത്രവും ഇല്ല. അത് ഞാൻ പറയുന്നത് 10% വോട്ടിന് വേണ്ടി ഇവർ എന്തെല്ലാം വിക്രികൾ കാണിക്കുന്നു, ഈ ലീഗ് ഉൾപ്പെടെ, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ. 7 ഞാൻ പറഞ്ഞല്ലോ, 80% വോട്ട് LDF അനുകൂലം നിൽക്കുക. എന്നിട്ട് വെള്ളാപ്പള്ളി എടുത്ത് 10-30 സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് ബീഹാർ സംഭവിച്ചാൽ അത് ആപത്താണ്. ആകെയുള്ള വോട്ടർമാരിൽ 10% ഈഴവാസിനാണ്, UDFിനാണ്. 10% ആകെ മൊത്തം വരുമ്പോൾ 2% ഉള്ളൂ. ആകെയുള്ള വോട്ടർമാർ 2% ഈഴവാസിൽ UDF കിട്ടാൻ പോകുന്നത്. ഇവിടെ 40% കിട്ടുന്ന കിടപ്പുണ്ട്. അതിനൊന്നും ഒരു വിലയില്ല, ഒരു ചിന്തയില്ല, ഒന്നുമില്ല. അത് വന്നു കയറുന്ന പുറംകൊള്ളിയാണല്ലോ. അതൊന്നും അല്ല. ഇപ്പോൾ മാന്യ അംഗീകാരം സമുദായത്തിൽ കൊടുത്തില്ലെങ്കിൽ UDF നല്ല ഏതാണെങ്കിലും തോൽപ്പിച്ച് കൈ കൊടുക്കും. ഓർമ്മയിരിക്കണം ഇവർക്ക്. ഞങ്ങളും അധികാരത്തിൽ വരുന്നില്ല, ഞങ്ങൾ MLA മത്സരിക്കാനും പോകുന്നില്ല. പക്ഷേ ഈ കാര്യങ്ങൾ തുറന്നു പറയും, ഞങ്ങൾ ബോധവാനാക്കും. അതുകൊണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.